ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 10 ശ്ലോകം 7. ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാൻ തുടങ്ങിയല്ലോ. 2 പ്രാവശ്യം ശരിയായില്ല. ഒന്നാമത്തെ കാര്യം 4 കുമാരന്മാരെ സൃഷ്ടിച്ചു. അവരോട് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അവർ തപസ്സിന് പോവുകയാണ് ചെയ്തത്. അതവിടെ പോയി. രണ്ടാമത് സൃഷ്ടിച്ചത് രുദ്രന്മാരെയാണ്. അവർ പറഞ്ഞതനുസരിച്ച് ധാരാളം സൃഷ്ടികൾ നടത്തി. പക്ഷേ ഒക്കെ ഭീകരരൂപങ്ങളായിരുന്നു. അതുകൊണ്ട് അതും മാറ്റി ഇനി 3ാമതായിട്ട് സൃഷ്ടി ചെയ്യാണ്. അത് സൃഷ്ടി മാത്രമല്ല, എവിടെയായാലും ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് അത് നടക്കുന്നത്. എന്ത് കാര്യവും. ഇവിടെ ബ്രഹ്മാവ് പിന്നെ സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവയവങ്ങളിൽ നിന്നാണ്. മരീചി, അത്രി, അങ്കിരസ്, ക്രതു, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, കൂടാതെ ശ്രീനാരദൻ എന്നിങ്ങനെയുള്ള മഹാഋഷിമാരെയാണ് സൃഷ്ടിക്കുന്നത്. മരീചി മനസ്സിൽ നിന്നും, അത്രി മഹർഷി നേത്രത്തിൽ നിന്നും, അങ്കിരസ് മുഖത്ത് നിന്നും, ക്രതു കയ്യിൽ നിന്നും, ഭൃഗു ത്വക്കിൽ നിന്നും, വസിഷ്ഠൻ പ്രാണവായുവിൽ നിന്നും, ദക്ഷൻ പെരുവിരലിൽ നിന്നും, നാരദൻ ഭഗവാന്റെ മടിയിൽ നിന്നുമാണ് ജനിച്ചത് എന്നാണ് ഈ 7ാമത്തെ ശ്ലോകം. തസ്യാധ സർഗരസികസ്യ മരീചിരത്രി തത്രാംഗിര ക്രതുമുനി പുലഹ പുലസ്ത്യ അംഗാദ് അജായത ഭൃഗുശ്ച വസിഷ്ഠ ദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. തസ്യ ആ ബ്രഹ്മാവിൻ്റെ അനന്തരം ആ ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടി ചെയ്യാണ്. സർഗരസികസ്യ, സർഗം സൃഷ്ടിയിൽ അദ്ദേഹം രസിക്കാൻ തുടങ്ങി. സൃഷ്ടിയിൽ വളരെ തൻ്റെ ധർമ്മം അതാണല്ലോ, അതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തി. അങ്ങനെ സർഗരസികനായിട്ടുള്ള ആ ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടിച്ച ആളുകളുടെ പേരാണ് പറയണത്. മരീചി, അത്രി, തത്ര, പിന്നെ അങ്കിരസ്, ക്രതുമുനി. ഒരാളുടെ കൂടെ മുനി പറഞ്ഞിട്ടുള്ളൂവെങ്കിലും എല്ലാവരും മുനിമാർ തന്നെയാണ്. മരീചി, അത്രി, അങ്കിരസ്, ക്രതുമുനി, പുലഹൻ, പുലസ്ത്യൻ, അംഗാദ അജായത. ഇവരെല്ലാവരും തന്നെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിൽ നിന്ന്, ഇപ്പോൾ തന്നെ പറഞ്ഞുവല്ലോ, അവയവങ്ങളിൽ നിന്നാണ് ജനിച്ചത്. പിന്നെയും ജനിച്ചു ഭൃഗു വസിഷ്ഠശ്ച, ഭൃഗുവും വസിഷ്ഠനും, ദക്ഷനും അങ്ങനെ ജനിച്ചു. കൂടാതെ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് നമുക്ക് തോന്നുന്ന, ഭഗവാൻ എല്ലാവരും ഒരുപോലെ തന്നെയാണ്, എന്നാലും നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ ആ നിഷ്കാമമായിട്ടുള്ള ഭഗവത് സേവ കൊണ്ട് പ്രിയതരം ആണെന്ന് തോന്നും. അങ്ങനെ നാരദൻ മഹർഷിയും ജനിച്ചു. അതാണ് ഇവിടെ പ്രത്യേകിച്ച് ശ്രീനാരദശ്ച ഭവദംഘ്രിദാസ, അവിടുത്തെ പാദദാസനായിട്ടുള്ള, എപ്പോഴും ഭക്തന്മാരെ അവിടുത്തെ പാദങ്ങളിലേക്ക് എത്തിക്കാൻ താല്പര്യം കൂടുതൽ കാണിക്കുന്ന ആ നാരദ മഹർഷിയെയും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ മക്കളാണ് ഇവരെല്ലാവരും. ബ്രഹ്മാവിനോളം തന്നെ ശക്തരാണ്, മഹാത്മ്യമുള്ളവരാണ്. കാരണം എല്ലാം ബ്രഹ്മാവിൻ്റെ ഓരോ അംഗങ്ങളിൽ നിന്നും നേരിട്ട് ജനിച്ചിട്ടുള്ളവരല്ലേ. നാരദരോട് അല്പം വാത്സല്യം കൂടുതലുണ്ട് എന്ന് മേൽപ്പത്തൂരിന് തോന്നുകയും ആണ്. ഒന്നുകൂടി ശ്ലോകം വായിക്കാം. തസ്യാധ സർഗരസികസ്യ മരീചിരത്രി തത്രാംഗിര ക്രതുമുനി പുലഹ പുലസ്ത്യ അംഗാദ് അംഗങ്ങളിൽ നിന്നും, അജായത ജനിച്ചു, ഭൃഗുശ്ച വസിഷ്ഠ ദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. ഭഗവാന്റെ പാദദാസൻ, ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്ന ആൾ, ഭഗവത് ദാസൻ എന്ന പേര് മേൽപ്പത്തൂരിനും നമുക്കൊക്കെയും തോന്നുന്നത് ഏറ്റവും യോജിക്കുക അതിൽ നാരദ മഹർഷിക്ക് തന്നെയാണ്. അടുത്ത ശ്ലോകം കൂടി നോക്കാം. നാരദൻ്റെ കൂടി ജനനത്തിന് ശേഷം ബ്രഹ്മാവ് ധർമ്മദേവനെയും കർദമ മഹർഷിയെയും സൃഷ്ടിച്ചു. പിന്നീട് സരസ്വതി ദേവിയെയാണ് സൃഷ്ടിച്ചത്. ബ്രഹ്മാവിൻ്റെ മകളാണ്, ബ്രഹ്മനന്ദിനിയാണ് സരസ്വതി ദേവി. പക്ഷേ
എന്താ ചെയ്യുക, രാജസം ബാധിച്ചു വീണ്ടും. ആ അതിമനോഹരമായിട്ടുള്ള ലക്ഷ്മി ദേവിയെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് അയ്യോ എൻ്റെ മകള് എന്നുള്ളതിനേക്കാളേറെ ഒരു കാമം തോന്നിപ്പോയി. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയാണ്, എല്ലാം ചിലപ്പോൾ തെറ്റുകൾ വന്നു എന്ന് വരാം, പക്ഷേ അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാൻ സഹായിക്കും. വേണ്ട, അങ്ങനെ ചെയ്യരുത് എന്നുള്ള തോന്നൽ ഭഗവാൻ നേരിട്ടല്ലെങ്കിലും ആരെയെങ്കിലും കൂടി നമ്മൾക്കൊക്കെ അങ്ങനെ തരും, അനുഗ്രഹം തരും. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ആ ബ്രഹ്മാവിൻ്റെ അതിന് മുൻപ് ജനിച്ച മക്കളെല്ലാവരും കൂടി പോയിട്ട് ഇങ്ങനെ ചെയ്യരുത്, ലോകം അങ്ങയെ അവഹേളിക്കും എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തു. അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി. അങ്ങനെ ബ്രഹ്മാവ് ഭാഗവതത്തിൽ പറയണത് തൻ്റെ ശരീരം ഉപേക്ഷിച്ചു, വീണ്ടും വേറൊരു ശരീരം എടുത്തു. ബ്രഹ്മാവ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യും. സ്വന്തം ആ ബാഹ്യ ശരീരം, ആത്മാവിന് മാറ്റില്ല, ബാഹ്യ ശരീരം ഉപേക്ഷിക്കും, വേറൊരു ശരീരം എടുത്തണിയും. അതിനും 4 തലയും 8 കണ്ണും ഒക്കെ ഉണ്ടാകും. അങ്ങനെ എപ്പോഴും ഈ തമസ് ബാധിക്കാൻ സാധ്യതയുള്ളവർ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള നമ്മളെല്ലാവരും. പക്ഷേ നമ്മളുടെ മനസ്സിൽ ഭഗവത് ചിന്ത ഉറച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ നമ്മളുടെ രക്ഷിതാവായിട്ട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന്ന് രക്ഷപ്പെടാൻ പറ്റും. ആരെങ്കിലും വഴി അതിൽ നിന്നും നമ്മളെ രക്ഷിച്ചു കൊണ്ടിരിക്കും ഭഗവാൻ. അതാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ. ധർമാദികാനഭിസൃജന്നധ കർദമം ച വാണീം വിധായ വിധിർ അംഗജസങ്കുലോ അഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ചൻ. ധർമാദികാൻ, ധർമ്മദേവൻ, നരനാരായണന്മാരെ, അധർമ്മം, മൃത്യു, കാമദേവൻ, ക്രോധം, ലോഭം, സമുദ്രം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ സൃഷ്ടികൾ ബ്രഹ്മാവ് പിന്നീട് നടത്തി. അഭിസൃജൻ, അവരെയൊക്കെ രക്ഷിച്ചു. അധ കർദം, രക്ഷിക്കല്ല സൃഷ്ടിച്ചു. അധ കർദമം ച, പിന്നെ കർദമനെയും സൃഷ്ടിച്ചു. അതിനുശേഷം വാണീം വിധായ, വാണീദേവിയെ, സരസ്വതിയെ ബ്രഹ്മാവ് മകളായിട്ട് സൃഷ്ടിച്ചു. വിധിർ, ബ്രഹ്മാവ് അംഗജസങ്കുല അഭവത്, ആ മനോഹര രൂപിണി ആയിട്ടുള്ള വാണീദേവിയെ, സരസ്വതിയെ, സ്വന്തം മകളെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് അടക്കാനാവാത്ത ഒരു അഭിനിവേശം, മകളെ ഒന്ന് ആലിംഗനം ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നി ബ്രഹ്മനന്ദിനിയായിട്ടുള്ള സരസ്വതി ദേവിയോട്. പക്ഷേ ഉടനെ തന്നെ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മറ്റു മക്കളോട് പറഞ്ഞു, വേഗം പോയിട്ട് തടയൂ. അങ്ങനെ ത്വദ്ബോധിതൈ എന്നാണ്. ഭഗവാനെ, മേൽപ്പത്തൂര് ഭഗവാൻ ഗുരുവായൂരപ്പനോട് പറയാണ്, ഭഗവാനെ അങ്ങ് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് മറ്റു പുത്രന്മാരെല്ലാവരും കൂടി ചെന്നിട്ട് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈ, തനൂജൈ എന്ന് പറഞ്ഞാൽ എന്താ, മക്കളെല്ലാവരും ഈ സനകൻ, ദക്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ മക്കളും പോയിട്ട് ത്വദ്ബോധിതൈ, ഭഗവാന്റെ പ്രേരണ നിമിത്തം ചെന്ന് ബ്രഹ്മാവിനെ ഉപദേശിച്ചു. ഉദ്ബോധിതശ്ച, അങ്ങനെ ബോധം വന്നു ബ്രഹ്മാവിന് താൻ ചെയ്യണത് തെറ്റാണ്, ഇനി നാളെ ലോകം ഇത് ആവർത്തിച്ച എന്താവും സ്ഥിതി, പിതാവ് വേറെ മകൾ വേറെ എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത വന്നാൽ പ്രശ്നമാവില്ലേ. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഭഗവാൻ സ്വന്തം മക്കളെ കൊണ്ട് തന്നെ ബ്രഹ്മാവിനെ ഉപദേശിപ്പിച്ചു. ഭാഗ്യവശാൽ ബ്രഹ്മാവിനത് മനസ്സിലായി. ഉദ്ബോധിതശ്ച, എന്നിട്ടോ വിരരാമതമോ വിമുഞ്ചൻ, അതിൽ നിന്നും ആ തമസ്, അജ്ഞാനം, ചെയ്യാൻ പാടില്ലാത്ത കർമ്മം, അതിൽ നിന്നും വിമുഞ്ചൻ, ബ്രഹ്മാവ് വേഗം തന്നെ പിന്മാറി. മക്കൾ പറഞ്ഞത് ശരിയാണത് എന്ന് കണ്ടിട്ട് ബ്രഹ്മാവ് തൻ്റെ ആ തമസിൽ നിന്നും, അറിവില്ലായ്മയിൽ നിന്നും, തെറ്റിൽ നിന്നും ഉടനെ പിന്മാറി. ബ്രഹ്മാവിന് നാണക്കേട് സഹിക്കാൻ പറ്റാതെ ആ ശരീരം അങ്ങോട്ട് ഉപേക്ഷിച്ചു. അത് മഞ്ഞായിട്ട് മാറി എന്നൊക്കെയാണ് ഭാഗവതത്തിൽ. അതാണ് ഈ രാവിലെ കാണുന്ന മഞ്ഞ്. ബ്രഹ്മാവ് ഉടനെ തന്നെ വേറൊരു ശരീരം സ്വീകരിക്കുകയും വീണ്ടും സൃഷ്ടി തുടങ്ങുകയും ചെയ്തു. ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ധർമാദികാനഭിസൃജൻ അഥ കർദമം ച വാണീം വിധായ വിധിരംഗജസങ്കുലോ അഭൂത്
അങ്കജൻ സങ്കുലഭൂത. അങ്കജൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു. ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ചൻ. അങ്ങനെ മനസ്സിലാക്കാനുള്ളത്, ബ്രഹ്മാവിന് പോലും തെറ്റുപറ്റി, തമസ് ബാധിച്ചു. നമുക്കെല്ലാവർക്കും അതുപോലെ തെറ്റുപറ്റാം. അപ്പോഴൊക്കെ പ്രകൃതി തന്നെ, ഭഗവാൻ തന്നെ എന്തെങ്കിലും ആരെക്കൊണ്ടെങ്കിലും, ചിലപ്പോൾ ചെറിയൊരു കുട്ടിയിൽ കൂടി ആയിരിക്കാം, അത് നമുക്ക് ബോധിപ്പിച്ച് തരും. അത് മനസ്സിലായാൽ ഉടനെ അതിനെ തിരുത്താൻ ഭഗവാനിലേക്ക് കൂടുതൽ ഭക്തി കൊണ്ട് അടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്നും കൂടി പറഞ്ഞ് ഈ ശ്ലോകം ഇവിടെ ഇന്നത്തെ നിർത്താം. ഇനി 9, 10 2 ശ്ലോകങ്ങളും കൂടിയാണ്. അത് നമുക്ക് നാളെ നോക്കാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.